പിന്നെ ചില പ്രതികാരം നിർവഹിക്കാനായിട്ട് ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ഒരു അവാർഡ് കണ്ടു. അത് ഒരാൾ മറ്റൊരാളെ ചീത്ത പറഞ്ഞതുകൊണ്ട് അയാൾക്ക് അവാർഡ് കൊടുക്കുക. ആ തരത്തിൽ വ്യക്തിപരമായി അനാവശ്യമായ തരത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് വളരെ മോശമാണ്. അത് ഈ ജൂറിയിൽ വന്നിരിക്കുമ്പം തന്നെ ആളുകൾ അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമായിട്ട് നമുക്കതിനെക്കുറിച്ച് പറയാം. പിന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളെ കുറിച്ച് പറഞ്ഞാൽ വളരെ രസകരമാണ് അതിൻ്റെ ചരിത്രം. കാരണം നമ്മുടെ ആദ്യത്തെ അവാർഡ് തന്നെ വലിയ ചർച്ചാ വിഷയമായത് അത് ലഭിച്ചത് കുമാരസംഭവത്തിനാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ജീവിതഗന്ധിയായ കുറേ ചിത്രങ്ങളുണ്ടായിരുന്നപ്പോൾ കുമാരസംഭവത്തിനാണ് കിട്ടിയത്. ആ വർഷത്തെ ജൂറിയെ ഒന്ന് പരിശോധിച്ചാൽ എല്ലാവരും തന്നെ സാഹിത്യകാരന്മാരായിരുന്നു. അപ്പോൾ ഈ സാഹിത്യകാരന്മാർ, ഈ മെമ്പർമാരിൽ ഒരാളോട് പത്രക്കാരോ ചോദിച്ചു, അതെങ്ങനെയാണ് കുമാരസംഭവത്തിന് അവാർഡ് കൊടുത്ത്? അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, അയ്യോ അത് കാളിദാസൻ്റെ കൃതിയല്ലേ എന്നാണ്. അത് വളരെ ബാലിശമായ ഒരു വാദഗതിയാണ്. കാരണം കുമാരസംഭവം എന്ന് പറയുന്നത് കാളിദാസൻ്റെ കൃതിയാണ്. പക്ഷേ കുമാരസംഭവം എന്ന സിനിമ അത് കാളിദാസൻ്റെ കൃതിയല്ല. ആ കുമാരസംഭവം എന്ന കാവ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമല്ല സിനിമയിലുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വ്യത്യാസം പോലും മനസ്സിലാക്കാൻ കഴിയാതെ